ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പാർവതി വിജയൻ. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് നടക്കുന്ന അന്താരാഷ്ട്ര ഫ്ലീറ്റ് റിവ്യൂവിൽ നാവികസേനയുടെ അഭിവാദ്യം സ്വീകരിച്ച് രാഷ്ട്രപതി ദ്രൌപതി മുർമു. 50-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള നാവികസേനാംഗങ്ങൾ പങ്കെടുക്കുന്ന പരിപാടിയിൽ 70-ലേറെ യുദ്ധക്കപ്പലുകൾ, അന്തർവാഹിനികൾ, വിമാനങ്ങൾ എന്നിവ അണിനിരക്കുന്നുണ്ട്. ആഗോളതലത്തിൽ നാവിക പങ്കാളിത്തവും സൌഹാർദ്ദവും ശക്തിപ്പെടുത്തുന്നതിൽ ഇന്ത്യൻ നാവികസേന പ്രധാന പങ്കുവഹിക്കുന്നതായി ഫ്ലീറ്റ് റിവ്യൂവിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് രാഷ്ട്രപതി ദ്രൌപതി മുർമു പറഞ്ഞു. പരിപാടിയിൽ പങ്കെടുത്ത വിദേശ നാവികസേനകൾക്ക് രാഷ്ട്രപതി നന്ദി അറിയിച്ചു. ഏഷ്യയിലെ ഏറ്റവും വലിയ നാവികാഭ്യാസ പ്രകടനങ്ങൾക്കാണ് അന്താരാഷ്ട്ര ഫ്ലീറ്റ് റിവ്യൂവിലൂടെ ബംഗാൾ ഉൾക്കടൽ വേദിയാകുന്നത്. ഈ മാസം 25 വരെയാണ് വിശാഖപട്ടണത്ത് IFR സംഘടിപ്പിക്കുന്നത്. ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ സ്പെയിൻ പ്രസിഡന്റ് പെദ്രോ സാഞ്ചസുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. ന്യൂഡൽഹിയിലെ ഹൈദരാബാദ് ഹൌസിലായിരുന്നു കൂടിക്കാഴ്ച. സെർബിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ വുച്ചിച്ച്, ക്രൊയേഷ്യൻ പ്രധാനമന്ത്രി ആൻഡ്രേ പ്ലെൻകോവിച്ച് എന്നിവരുമായും ശ്രീ മോദി ഇന്ന് കൂടിക്കാഴ്ച നടത്തി. ഗൂഗിൾ CEO സുന്ദർ പിച്ചെയുമായും പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. 10 സംസ്ഥാനങ്ങളിലെ 37 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. ഈ മാസം 26-ന് വിജ്ഞാപനം പുറപ്പെടുവിക്കും. നാമനിർദ്ദേശ പത്രിക മാർച്ച് 5 വരെ സമർപ്പിക്കാം. മാർച്ച് 16-നാണ് വോട്ടെടുപ്പ്. കേരളത്തിൽ ഭിന്നശേഷി സംവരണം സംബന്ധിച്ച് NSSന് ലഭിച്ച സുപ്രീംകോടതി ഉത്തരവ് എല്ലാ എയ്ഡഡ് മാനേജ്മെന്റുകൾക്കും ബാധകമാണെന്ന് സംസ്ഥാന സർക്കാർ. 20,000-ത്തോളം അധ്യാപകർക്ക് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നിയമനം ലഭിച്ചവർ 2 വർഷത്തിനുള്ളിൽ കേട്ടറ്റ് പാസ്സായാൽ മതിയെന്ന സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ 2025 സെപ്റ്റംബർ 1-ന് മുൻപ് നിയമിതരായവരും സമാന യോഗ്യതകൾ ഉള്ളവരുമായ അധ്യാപകരുടെ ശമ്പള സ്കെയിലിന് താൽക്കാലിക അനുമതി നൽകിയതായും മന്ത്രി വ്യക്തമാക്കി. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രസവത്തെ തുടർന്ന് കുഞ്ഞു മരിച്ചെന്ന ആരോപണത്തിൽ കൺസൾട്ടന്റ് ഡോക്ടർ ബിന്ദു സുന്ദറിനെ സ്ഥലം മാറ്റി. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശപ്രകാരം വിശദമായ അന്വേഷണം നടത്തി അടിയന്തര റിപ്പോർട്ട് നൽകാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ തന്ത്രി കണ്ഠരര് രാജീവർക്ക് ജാമ്യം. കട്ടളപ്പാളി ദ്വാരപാലക ശില്പ കേസുകളിലെ തന്ത്രിയുടെ ജാമ്യ ഹർജികളിലാണ് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കാൻ പാടില്ല, കേരളത്തിന് പുറത്തുപോകാൻ പാടില്ല എന്നീ ഉപാധികളോടെയാണ് ജാമ്യം. മാധ്യമങ്ങളോട് ആശയവിനിമയം നടത്തരുതെന്നും കോടതി കർശന നിർദ്ദേശം നൽകി. കേരളത്തിൽ റംസാൻ വ്രതാരംഭം നാളെ. മാസപ്പിറവി ഇന്നലെ ദൃശ്യമാകാത്തതിനാൽ റംസാൻ 1 വ്യാഴാഴ്ചയായിരിക്കുമെന്ന് വിവിധ ഖാസിമാർ അറിയിക്കുകയായിരുന്നു. ഒമാൻ ഒഴികെ ഗൾഫ് നാടുകളിൽ ഇന്നാണ് വ്രതാരംഭം. ഈസ്റ്ററിനോടനുബന്ധിച്ചുള്ള വലിയ നോമ്പിന് തുടക്കം കുറിക്കുന്ന വിഭൂതി ബുധനും ഇന്നാണ്. ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. നോമ്പുകാലം ആരംഭിച്ചതോടെ സംസ്ഥാനത്തെ കുരിശുമല തീർത്ഥാടന കേന്ദ്രങ്ങൾ സജീവമായി. ഏപ്രിൽ 5-നാണ് ഈസ്റ്റർ. സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്വിസിന്റെ ആദ്യ എഡിഷൻ ഗ്രാൻഡ് ഫിനാലെയും സമാപന സമ്മേളനവും ഞായറാഴ്ച തിരുവനന്തപുരം ഗവൺമെന്റ് വിമൻസ് കോളേജിൽ നടക്കും. രാവിലെ 9:30-ന് കോളേജ് വിഭാഗം മത്സരവും ഉച്ചയ്ക്ക് 1:30-ന് സ്കൂൾ വിഭാഗം മത്സരവും നടക്കും. വൈകുന്നേരം നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. വിജയികൾക്ക് മുഖ്യമന്ത്രി സമ്മാനങ്ങൾ വിതരണം ചെയ്യും. തീരദേശ സുരക്ഷാ അവബോധം, ദേശീയ ഐക്യം, സമൂഹ പങ്കാളിത്തം എന്നിവ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യവുമായി CISF സംഘടിപ്പിക്കുന്ന വന്ദേമാതരം തീരദേശ സൈക്ലത്തോൺ വെള്ളിയാഴ്ച കേരളത്തിലെത്തും. 25 ദിവസം 6553 കിലോമീറ്റർ സഞ്ചരിക്കുന്ന സൈക്ലത്തോൺ മറ്റന്നാൾ രാവിലെ കന്യാകുമാരിയിൽ നിന്നും പുറപ്പെട്ട് വിഴിഞ്ഞം വഴി വർക്കലയിലും തുമ്പയിലും കൊല്ലത്തുമെത്തും. 130 CISF ഉദ്യോഗസ്ഥരാണ് സൈക്ലത്തോണിൽ പങ്കെടുക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 22-ന്. പരിപാടിയുടെ 131-ാം പതിപ്പാണിത്. ദൂരദർശന്റെയും ആകാശവാണിയുടെയും എല്ലാ ശൃംഖലകളിലും പരിപാടി ലഭ്യമാകും. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും MyGOV, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1801178000 എന്ന ടോൾ ഫ്രീ നമ്പറിലോ ഈ മാസം 20 വരെ അറിയിക്കാം. T20 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ നെതർലൻഡ്സിനെ നേരിടും. അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ രാത്രി 7 മണിക്കാണ് മത്സരം. T20 ലോകകപ്പിലെ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക UAEയെ പരാജയപ്പെടുത്തി. UAE ഉയർത്തിയ 123 റൺ വിജയലക്ഷ്യം ദക്ഷിണാഫ്രിക്ക 13.2 ഓവറിൽ മറികടന്നു. മറ്റൊരു മത്സരത്തിൽ പാകിസ്ഥാൻ നമീബിയെ നേരിടുകയാണ്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30-ന്.